രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ KPCC സമിതിയെ നിയോഗിക്കും. ആരൊക്കെ സമിതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടം ഒഴിയുമോ? CPM-ഉം BJP-യും രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഇനി കൂടുതൽ തെളിവുകൾ വരുമോ? വന്ന തെളിവുകളിൽ എന്ത് വിശദീകരണമാണ് നൽകുക? കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ഇനി എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പദ്ധതി? രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ KPCC ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് വസ്തുതയുള്ളത്, എന്തെല്ലാം രാഹുൽ പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണോ ഉയർന്നിട്ടുള്ളത് തുടങ്ങിയ വിഷയങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് KPCC നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആരൊക്കെ സമിതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പിന്നീട് കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. കാരണം രാഹുലിനെതിരെ ആദ്യം പേര് പറയാതെയുള്ള വെളിപ്പെടുത്തലുകളായിരുന്നുവെങ്കിൽ പിന്നീട് പേര് പറഞ്ഞുള്ള വെളിപ്പെടുത്തൽ വരുന്നു. മാത്രമല്ല ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും ഒക്കെ പുറത്തു വരുന്നു. ഇത് വലിയ തോതിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് കാര്യമെന്നുള്ള കാര്യം പരിശോധിക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു വിഷയം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രമായില്ല MLA സ്ഥാനം കൂടി രാഹുൽ രാജിവെക്കണമെന്നൊരാവശ്യം ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP-യും MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP-യും ഇടതുപക്ഷവും ശക്തമായി ആവശ്യപ്പെടുന്നു. പ്രതിഷേധ പരിപാടികളും നടത്തുന്നു. ഇതിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? രാഹുൽ MLA സ്ഥാനം രാജിവെക്കില്ല. MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കാരണം സമാന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന വെളിപ്പെടുത്തലുകളിലോ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിലോ രാജിവെച്ച ഒരു കീഴ്വഴക്കം സമീപകാലത്ത് ഒരു MLA-മാർക്കുമില്ല. അതിപ്പോൾ UDF-ന്റെ MLA-മാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിലും M. മുകേഷിന്റെയും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനെയും അടക്കം കാര്യത്തിലും അങ്ങനെ MLA സ്ഥാനം രാജിവെച്ച ഒരു കീഴ്വഴക്കമില്ല. അതിനാൽ തന്നെ അത് രാജിവെക്കേണ്ടതില്ല. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നലെ നേതൃത്വം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. തിരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത പോലും വളരെ ചുരുക്കമാണ്. അതിനാൽ തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു നേതൃത്വം. മറ്റാരെങ്കിലും ഒരാളെ പരിഗണിക്കാനുള്ള ചർച്ചയിലേക്കും നേതൃത്വം കടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി ഒരു ട്രാൻസ്ജെൻഡർ കൂടി രംഗത്ത് വന്നു. അവന്തിക തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് രാഹുൽ മെസ്സേജ് അയച്ചു എന്നാണ് അവന്തിക വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഹൈദരാബാദിലോ ബംഗളൂരുവിലോ എത്താൻ രാഹുൽ ആവശ്യപ്പെട്ടു എന്നും പറയുന്നു. രാഹുലിന്റെ പെരുമാറ്റം മാനസികമായി തളർത്തി എന്നാണ് അവന്തിക മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂട്ടത്തിൽ എന്നെ ലൈംഗിക വൈകൃതപരമായിട്ടുള്ള 2 മെസ്സേജുകളാണ്. അതായത് പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, നീ ഒന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന 2 മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിരന്തരമായ അയാളുടെ കോളുകളും മെസ്സേജുകളും ഉണ്ടായിട്ടുള്ളതാണ്. മോശമായ രീതിയിൽ തന്നെയാണ്. അവന്തിക മാധ്യമങ്ങളോട് പറയുന്നത് ഇന്നലെ കേട്ടത് കൂടുതൽ മെസ്സേജുകൾ അയക്കുന്നത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് വരെ നിരന്തരമായി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫോണിലേക്ക്. ഈ കാര്യങ്ങൾ പുറത്തു പറയുമോ എന്ന ഭയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അമൽ. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്ക സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇന്നലെ ആദ്യ ദിവസം ഒരു നടിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നു. അന്ന് പേര് പറഞ്ഞിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഇന്നലെ രാവിലെ മുതൽ ചിത്രം മാറുകയാണ്. തുടർച്ചയായി ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ പലരും വെളിപ്പെടുത്തലുകളുമായി രംഗത്തേക്ക് എത്തുന്നു. ഹണിയെ പോലെയുള്ള ആളുകൾ രാഹുലിന്റെ പേര് പറഞ്ഞ് തന്നെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാകുന്നു, രാഹുലിനുണ്ടാകുന്നു. ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിനുള്ളത്. ഇന്നലെ ഇപ്പോൾ രാഹുലിന്റെ രാജിയോടുകൂടി ഈ വിഷയം ഒരു പരിധിവരെ കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പിന്നീട് വീണ്ടും അവന്തികയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അത് പാർട്ടിയെ വീണ്ടും ഒരു ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നേതൃത്വമുള്ളത്. രാഹുലിന്റെ രാജി ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ആ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ രാഹുൽ പോകട്ടെ. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ അന്വേഷണ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എങ്കിലും
മുതിർന്ന നേതാക്കളെ തന്നെ ഉൾപ്പെടുത്തി രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ രാഹുൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സ്ഥിതിക്ക് പകരം ആര് എന്നുള്ള ചർച്ച കൂടി കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമാകുകയാണ്. മറ്റൊരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിലവിലുണ്ടാക്കിയ ഇത്രയധികം ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ തെളിവുകളടക്കം പല പെൺകുട്ടികളും വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്തുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ഒരു പ്രേരണ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഉണ്ടാവില്ലേ പാർട്ടിയിൽ നിന്നും എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. കാരണം അല്ലെങ്കിൽ എന്തു പറഞ്ഞാണ് പാർട്ടി ഇനി പ്രതിരോധിക്കുക എന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ അത്തരത്തിലൊരു നിലപാട് പാർട്ടി എടുത്തില്ല എങ്കിൽ അതൊരു വലിയ മോശം കാര്യമായി ഭവിക്കില്ലേ എന്നൊരു സംശയം ഇല്ലേ? രാഹുൽ നിലവിൽ എന്തായാലും രാജിവെക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് പാർട്ടി അറിയിക്കുന്നത്. കാരണം ഇതിനു മുൻപ് വിൻസെന്റ് MLA-ക്കെതിരെയും എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെയും സമാനമായി തന്നെയുള്ള ആരോപണം വന്നിരുന്നു. രണ്ടുപേരെയും ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ മുകേഷ് MLA-ക്കെതിരെ ഒരു നടിയുടെ വെളിപ്പെടുത്തലുണ്ടായി. ആ വെളിപ്പെടുത്തലും സമാനമായി തന്നെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെയായിരുന്നു. അന്ന് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ഇടതുപക്ഷം അംഗീകരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനെതിരെ ആദ്യ ആരോപണം ഉണ്ടാകുന്നു, അന്ന് രാജിവെക്കുന്നു. പക്ഷേ രണ്ടാം വട്ടം ആരോപണം ഉണ്ടാകുമ്പോൾ ശശീന്ദ്രന് രാജി ഉണ്ടാകുന്നില്ല. അവരെല്ലാം സ്ഥാനത്ത് തുടരുകയാണ്. അതിനാൽ തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഈ കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷം കേന്ദ്രങ്ങളാണ് എങ്കിലും രാജി എന്നുള്ള വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. BJP-യുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് തുടർച്ചയായി രാജി ഉണ്ടാകണം എന്നുള്ള ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. CPM ആണ് എങ്കിൽ ഈ വിഷയത്തിൽ ഒരു നിയമപരമായ നടപടി ഉണ്ടാകട്ടെ, അതിനുശേഷം പരസ്യമായ രാജി എന്നുള്ള ആവശ്യം ശക്തമാക്കാം എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ MLA സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന് വിശദീകരിക്കേണ്ടി വരും. മാത്രമല്ല രാഹുലിന് ഇനിയും മണ്ഡലത്തിൽ പോയി സജീവമാകേണ്ടതാണ്. അങ്ങനെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടക്കേണ്ടി വരും. MLA സ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ പാലക്കാട് നടക്കേണ്ട നഗരസഭയുടെ ഒരു പരിപാടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കി. രാഹുൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് നഗരസഭ രാഹുലിനെ അറിയിച്ചത്. രാഹുൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അലങ്കോലപ്പെടും, പ്രതിഷേധമുണ്ടാകും എന്നുള്ളതാണ് നഗരസഭ രാഹുലിനെ അറിയിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാതെ എങ്ങനെ മാറി നിന്ന് MLA എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും നിലവിൽ രാജിവെക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ട്. മോദി.